Hey guys, welcome to my YouTube channel, The Pharmacy by Roshni. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇപ്പോൾ 12th ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്, റിസൾട്ടിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പീരീഡ് ആണ് ഇത്. സോ അങ്ങനെ ടെൻഷൻ അടിപ്പിക്കാനായിട്ടല്ല പറയുന്നത്, ബട്ട് സീരിയസ് ആയിട്ട് നിങ്ങളുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പീരീഡ് തന്നെയാണ് ഇത്. ഇപ്പോൾ നിങ്ങൾ എന്താണോ ചൂസ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു കരിയർ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നത് ഒരു 90% കേസിലും. അപ്പോൾ ഈ ഒരു കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്ന ഒരു സമ്പ്രദായം ഇപ്പോൾ വരാനായിട്ട് പോവുകയാണ്. എല്ലാവർക്കും അറിയാം, നീറ്റും ജെഇയും ഒക്കെ വരാനായിട്ട് പോകുന്ന സമയത്ത് തന്നെ അത് വന്ന ഒരു കാര്യമാണ് ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. സോ ഇപ്പോൾ എക്സാംസ് ഒക്കെ അടുത്താവാണ്, അപ്പോൾ അതിന്റെ ഒരു ചൂട് ഇനി കുറച്ചും കൂടെ കൂടും. അപ്പോൾ നിങ്ങളെ ഇപ്പോൾ 12th ഒക്കെ കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒരു നോളജ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇത് ആരെയും ഡീഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആരും ചെയ്യുന്ന കാര്യം മോശമാണെന്ന് പറയാനോ അല്ല, പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കിയിട്ട് മാത്രമേ ക്രാഷ് കോഴ്സിന് ജോയിൻ ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ക്രാഷ് കോഴ്സ് എന്താണെന്ന് അറിയില്ല, അപ്പോൾ അതിനുവേണ്ടി ഞാൻ ബ്രീഫ് ആയിട്ടൊന്ന് പറഞ്ഞുതരാം. ക്രാഷ് കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12th കഴിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ഒരു എൻട്രൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ 2 വർഷം പഠിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ 1 ഇയർ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ആളുകൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാനായിട്ട് എക്സാമിന്റെ അടുത്തുള്ള ആ ഒരു മാസങ്ങളിൽ ചെയ്യുന്ന ഒരു സമ്പ്രദായമാണ് ഈ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോ ടോപ്പിക്സും അവർ പഠിച്ചിട്ടുള്ള NCERT ബുക്കിലെ ഓരോ ടോപ്പിക്സും അവർ റിവൈസ് ചെയ്ത് അതിൽ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. അപ്പോൾ ഇതിൽ യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത നിങ്ങൾ പോയി 2 മാസം അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 20 ദിവസമൊക്കെ ക്രാഷ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് MBBSന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ സീറ്റ് കിട്ടുമോ എന്നുള്ള കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ. സോ ഈ ഒരു ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത് പലരും പല ഒരു നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ബ്രില്യൻ പാല ആയിക്കോട്ടെ, അല്ലെങ്കിൽ സൈലം ആയിക്കോട്ടെ, ആകാശ് ആയിക്കോട്ടെ, അലൻ ആയിക്കോട്ടെ, ഇതൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ മെച്ചപ്പെട്ട് വന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇവർക്കൊക്കെ പല രീതിയിലുള്ള മാർക്കറ്റിംഗ് സ്ട്രാറ്റജീസും അവരുടെ നമ്മൾ കാണുന്നുണ്ട്. ഡെയിലി പേപ്പർ തുറന്നു കഴിഞ്ഞാൽ ഇവരുടെ അഡ്വർടൈസ്മെന്റ്സ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഇവരുടെ ഒരു മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരുപാട് കുട്ടികൾ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി മാത്രമാണ് ഈ ഒരു ക്രാഷ് കോഴ്സ് എന്ന് പറയുന്നത്. ഇതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണമെങ്കിൽ എന്തെങ്കിലും കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ എഴുതുകയാണെങ്കിൽ ഹെൽപ്ഫുൾ ആയിരിക്കും. പക്ഷേ കരിയർ ബേസ് ആയിട്ട് നിങ്ങൾ MBBSനോ അല്ലെങ്കിൽ മെഡിക്കൽ കോഴ്സസിനോ ഒക്കെ ആഗ്രഹിച്ചിട്ട് നീറ്റോ ജെഇഒ ഒക്കെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവില്ല. അത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് പലരും പറയുന്നുണ്ടാവും MBBSന് പോകണം, അതിന് വേണ്ടിയിട്ട് എൻട്രൻസിന് പോകണം, റിപ്പീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ 10th കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ആഗ്രഹിക്കുന്നുണ്ടാവും 2 ഇയർ ക്ലാസ് റൂമിൽ പഠിക്കണം, പാലയിൽ പോകണം, അല്ലെങ്കിൽ സൈലം ഇപ്പോൾ ആവറേജ് സ്റ്റുഡൻസിനൊക്കെ അടിപൊളിയായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അപ്പോൾ എനിക്ക് അവിടെ പോകണം, എനിക്ക് ഡോക്ടർ ആവണം, അങ്ങനെ പല ആഗ്രഹമുള്ള കുട്ടികളായിരിക്കും. പക്ഷേ 12th കഴിഞ്ഞിട്ട് ഒരു ക്രാഷ് കോഴ്സ് കൊണ്ട് മാത്രം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് സെറ്റ് ആക്കാൻ പറ്റില്ല. എഴുതി നിങ്ങൾക്ക് നീറ്റ് എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യണം, അല്ലെങ്കിൽ ജെഇ എന്താണെന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രാഷ് കോഴ്സിന് പോയി ജസ്റ്റ് ഒന്ന് എഴുതാവുന്നതാണ്. അതല്ലാതെ ഫോക്കസ്ഡ് ആയിട്ടുള്ള ആളുകൾ നിങ്ങൾ പൊക്കോളൂ, റിപ്പീറ്റ് ചെയ്യാൻ പൊക്കോളൂ, ഒരു കുഴപ്പമില്ല. 1 വർഷമൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായി ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. പക്ഷേ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് അത് നിങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കാം. പല ഇൻസ്റ്റിറ്റ്യൂഷൻസും ഇപ്പോൾ നിങ്ങളുടെ സ്കൂളുമായിട്ട് സമീപിച്ച് നിങ്ങളുടെ നമ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടാവും. അവർ ഈ പൈസ തട്ടിയെടുത്തിട്ട് നിങ്ങളുടെ പൈസ ഇങ്ങനെ അടയ്ക്കാൻ പറഞ്ഞ് നിങ്ങൾ അവിടെ പോയി നിങ്ങളുടെ ചിലപ്പോൾ ഫ്രണ്ട്സിന്റെ ഇൻട്രസ്റ്റിലായിരിക്കാൻ പോയിട്ടുണ്ടാവും, അവരുടെ കൂടെ പോയിട്ടുണ്ടാവും. അങ്ങനെ പോയി നിങ്ങൾ അവിടെ പോയി ഈ ഒരു മാസം ഒരു സമ്പ്രദായം പോലെ ഡെയിലി അങ്ങോട്ട് പോകുന്നു, പഠിക്കുന്നു, വരുന്നു. ഇങ്ങനെ കഴിഞ്ഞിട്ട് നിങ്ങൾ നീറ്റ് എക്സാമിന് അപ്പിയർ ചെയ്തു, നിങ്ങൾ അത്യാവശ്യം സ്കോർ ഉണ്ടാവും, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എൻട്രൻസ് ഇത്ര സിമ്പിൾ ആണോ എന്ന്. പക്ഷേ നിങ്ങൾക്ക് റിസൾട്ട് വരുമ്പോഴായിരിക്കും മനസ്സിലാവുക നിങ്ങളുടെ സ്കോർ എന്തായിരിക്കും. നിങ്ങൾക്ക് അത് MBBSന്റെ കോളേജിന് മുമ്പിൽ പോയി ആ മാർക്കും കൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും നിങ്ങളുടെ സ്ഥാനം എന്നുള്ളത് നിങ്ങൾക്ക് അപ്പോഴേക്കും മനസ്സിലാവും. അപ്പോൾ പല കുട്ടികളും ഇത് ചെയ്ത് ഇങ്ങനെ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു പുതിയ ഒരു കാര്യം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഇത് പറഞ്ഞു തരുന്നത്. അല്ലാതെ നിങ്ങളുടെ പ്ലാനിനെ ഞാൻ ഡീമോട്ടിവേറ്റ് ചെയ്ത് നിങ്ങൾ അങ്ങനെ ചെയ്യരുത് എന്ന് ഒരിക്കലും ഞാൻ പറയില്ല. സോ MBBS അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പോസിറ്റീവ് ആയിട്ട് എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് പറ്റില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഹാർഡ് വർക്ക് ഉണ്ട്, കൺസിസ്റ്റൻസി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. 2 ഇയർ ക്ലാസ് റൂം ഒക്കെ കഴിഞ്ഞ് പോകുന്ന ആളുകൾക്ക്, അതായത് +1 +2 ഒക്കെ എൻട്രൻസിന് വേണ്ടിയിട്ട് പഠിച്ചിട്ട് നിങ്ങൾ ഈ ഒരു കോഴ്സ് ചെയ്യാണ്, ക്രാഷ് കോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള യൂസ്ഫുൾ ഉണ്ടാവും. നമ്മൾ ഈ ഒരു ഓരോ സിറ്റീസിലൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാവും ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക്. അപ്പോൾ അവരുടെയൊക്കെ നോക്കുകയാണെങ്കിൽ 2 ഇയർ ക്ലാസ് റൂം പ്ലസ് ക്രാഷ് കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്കാണ് ഓരോ റാങ്കും എയിംസിലും അതുപോലെ IIT ഓരോ സ്ഥലങ്ങളിലൊക്കെ സീറ്റ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ അതും മോഹിച്ച് അത് കണ്ടിട്ട് എനിക്ക് പോകണം അല്ലെങ്കിൽ ക്രാഷ് കോഴ്സ് ചെയ്താൽ എനിക്ക് കിട്ടുമെന്നൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. നിങ്ങളുടെ വീട്ടുകാരൊക്കെ പറയും, ഈ ടിവിയിൽ ആഡ്സ് ഒക്കെ കണ്ടിട്ട് പറയാനുള്ള സാധ്യതയുണ്ട്, മോനെ അതിലൊന്ന് പോയി നോക്ക്, ക്രാഷ് കോഴ്സ് ആണ്, നിനക്ക് കിട്ടും, നിനക്ക് അത്യാവശ്യം റിസൾട്ട് ഒക്കെ നന്നായിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇനി പറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ അവരോട് പറയാം, അച്ഛ അമ്മ അല്ലെങ്കിൽ ഇത് എൻ്റെ കപ്പ് ഓഫ് ടീ അല്ല, ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ പറയാം. അതുപോലെ തന്നെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്ന ഒരു പരിപാടി അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ജസ്റ്റ് എൻട്രൻസ് ഒന്ന് അപ്പിയർ ചെയ്യണം നീറ്റിന് അല്ലെങ്കിൽ ജെഇക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിക്കോളൂ. ജസ്റ്റ് എന്താണെന്ന് നിങ്ങൾക്കൊന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ പോയിക്കോളൂ. അല്ലാതെ ഇത് മാത്രം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവിൽ മറ്റവർ പറഞ്ഞു ഇന്ന അക്കാഡമിയിൽ ഇന്ന കോഴ്സ് നന്നായിട്ട് ക്രാഷ് കോഴ്സ് ഒക്കെ അടിപൊളിയാണ്, ക്രാഷ് കോഴ്സ് പോയിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന് കിട്ടിയിട്ടുണ്ട്, അങ്ങനെയൊക്കെ പലരും റെക്കമെൻഡേഷൻസ് ആയിട്ട് വരും. ഇതൊക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഒന്നാമത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്ക്
98% മാർക്ക് ഉണ്ടോ 12th? ലൈക്ക് റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അത്രയും മാർക്ക് ഉണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കാലിബർ ഉള്ള ആളാണോ? എങ്കിൽ ക്രാഷ് കോഴ്സിന് പോയിക്കോളൂ, ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതും എനിക്ക് ചിലപ്പോൾ എന്നേ പറയാൻ സാധിക്കുള്ളൂ. സോ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യാൻ പോയിക്കോളൂ, എനിക്കതിൽ യാതൊരു ഒബ്ജക്ഷനും ഇല്ല. ഞാനിത് പേഴ്സണലി ഒരു അക്കാഡമീസിനെയോ അല്ലെങ്കിൽ എൻട്രൻസ് കോച്ചിങ് സെന്ററിനെയോ ടാർഗറ്റ് ചെയ്തിട്ടോ ഡിഗ്രേഡ് ചെയ്യാനായിട്ടോ ഒന്നുമല്ല ചെയ്തത്. എൻ്റെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് നിങ്ങളുടെ ടൈമും അതുപോലെ മണിയും സേവ് ചെയ്യാൻ മാത്രമാണ്. അപ്പോൾ ഈ ഒരു ടൈം ക്രാഷ് കോഴ്സ് ചെയ്ത് നിങ്ങളുടെ സമയം കളയുന്നതിനേക്കാളും നല്ലത് ഈ ഒരു ടൈം റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബ് ആയിക്കോട്ടെ, ഗൂഗിളിലായിക്കോട്ടെ, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ ഫാമിലി ആയിട്ടോ ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റിയ കോഴ്സ് ഏതാണ്, അതിനെപ്പോഴാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി തുടർന്ന് എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് ആപ്ലിക്കേഷൻ ഡേറ്റ് തീരാതെ എത്രയും പെട്ടെന്ന് നിങ്ങൾ എല്ലാത്തിനും അപ്ലൈ ഒക്കെ ചെയ്യാനായിട്ട് നോക്കുക. അല്ലാതെ നിങ്ങളുടെ അശ്രദ്ധ കാരണം ഒന്നും അപ്ലൈ ചെയ്യാനുള്ള സമയം കഴിഞ്ഞു പോയതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടാതാവരുത്. അപ്പോൾ ആ കാര്യങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക, നിങ്ങളുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്താണെന്ന് കണ്ടെത്തിയിട്ട് നിങ്ങൾ അതിലോട്ട് പോവുക. അല്ലാതെ ക്രാഷ് കോഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം മഹത്തായ ഒരു സംഭവമായിട്ട് ഇവർ പറയും, അതൊക്കെ നിങ്ങൾ കേട്ട് പോയി കഴിഞ്ഞാൽ യു വിൽ റിഗ്രറ്റ്. അത്രേ എനിക്ക് പറയാനുള്ളൂ. സോ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അഡ്വൈസറി വീഡിയോസുമായിട്ട് ഇനി ഞാൻ വരുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്, നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അഡ്വൈസ് വേണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കോഴ്സിനെ കുറിച്ച് അറിയണം എന്നുള്ള ഒരു താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാനിത് പരിഗണിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെയും സ്റ്റേ ട്യൂൺഡ്. ബൈ.